ഡെൻ്റൽ ഇംപ്ലാൻറ്റുകൾ എന്ന് പറയുന്നത് ദന്ത ചികിത്സയിലെ ഒരു വളരെ നാളുകളായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ചികിത്സാ സങ്കേതമാണ് ഡെൻ്റൽ ഇംപ്ലാന്റ്. അതിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഡെൻ്റൽ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. നമ്മൾ തുടങ്ങിയ സമയങ്ങളിൽ കൺവെൻഷണൽ ആയിട്ടുള്ള ഡെൻ്റൽ ഇംപ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടൈറ്റാനിയം നിർമ്മിതമായിട്ടുള്ള സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബോണിനകത്തേക്ക് നിക്ഷേപിക്കുകയും അത് പിന്നീട് ഒരു 3 മാസം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അതിൻ്റെ ചുറ്റും ഹെൽത്തി ആയിട്ടുള്ള അസ്ഥി ഉണ്ടായി വരാനായിട്ട്. അസ്ഥി കൃത്യമായിട്ട് അവിടെ ഉണ്ടായി വരണം, ഓഷ്യോ ഇൻ്റഗ്രേഷൻ എന്ന് പറയും. അപ്പോൾ അവിടെ കൃത്യമായിട്ട് അസ്ഥി അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് 3 മാസം കഴിഞ്ഞിട്ട് അവിടെ പല്ലിൻ്റെ ഒരു ഷേപ്പിലുള്ള ക്രൗൺ നമുക്കവിടെ വയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് അവിടെ കൃത്യമായിട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞാൽ കോർട്ടിക്കോ ബേസൽ ഇംപ്ലാന്റുകളുണ്ട്. ഇപ്പോൾ ഈ കോവിഡ് സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ബ്ലാക്ക് ഫംഗസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് ഫംഗസ് ഒക്കെ വന്നിട്ട് ചില ആൾക്കാരുടെ മേൽത്താടി തന്നെ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ പിന്നീട് എങ്ങനെ പല്ല് നമുക്കവിടെ മേൽത്താടി നശിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളത്തുള്ള പല്ല് ഉൾപ്പെടെയാണ് നശിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് താടിയല് ഉണ്ടാവില്ല, അണ്ണാക്കുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ പിന്നീട് എങ്ങനെ ചവയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ തന്നെ നമുക്ക് പല്ല് വെച്ച് കൊടുക്കാൻ സാധിക്കുന്നത് ഈ ബേസൽ ഇംപ്ലാന്റ് വന്നുകൊണ്ടാണ്. ബേസൽ ഇംപ്ലാന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഇംപ്ലാന്റിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 15 മില്ലിമീറ്റർ 10 മില്ലിമീറ്റർ ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. അതായത് നമ്മുടെ പല്ലിൻ്റെ നീളം എത്രയാണോ ഏതാണ്ട് അതേ നീളത്തിൽ തന്നെയുള്ള ഇംപ്ലാന്റുകളാണ് പലപ്പോഴും നമ്മുടെ പല്ല് ഉൾക്കൊള്ളുന്ന അസ്ഥിയുടെ ഭാഗത്തിന് ആൽവിയോളസ് അല്ലെങ്കിൽ ആൽവിയോളാർ ബോൺ എന്നാണ് പറയുന്നത്. എന്നാൽ ഈ നമ്മുടെ ബേസൽ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നീളമുള്ള 50 മില്ലിമീറ്റർ, അതായത് 5 സെൻറ്റിമീറ്റർ 57 മില്ലിമീറ്റർ ഒക്കെ നീളമുള്ള ഇംപ്ലാന്റുകളാണ്. അപ്പോൾ അത് നമ്മുടെ വലിയ എല്ലുകളിലോട്ടാണ്, അതായത് മേൽത്താടിയെ പോയിട്ട് അതും കഴിഞ്ഞിട്ട് നമുക്കിവിടെ നേസൽ കോട്ടക്സ് ഉണ്ട്, അതുപോലെ തന്നെ ടെറിഗോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബോണുകളുണ്ട്, സൈഗോമാറ്റിക് ബോണുണ്ട്, വോമർ, പല രീതിയിലുള്ള ബോണുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്കള്ളിലെ മറ്റ് ബോണുകളിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് നമുക്ക് പല്ലുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷുഗറുള്ള ഒരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലിരിക്കുന്ന അസ്ഥിയുടെ ഭാഗമായിട്ടുള്ള ആൽവിയോളാർ ബോണിന് തേയ്മാനം സംഭവിക്കാനുള്ള അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി അസ്ഥിക്ക് ക്ഷയം സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ കുറച്ചുകൂടി വലിയ ഹെൽത്തി ആയിട്ടുള്ള ബോണാണെന്നുണ്ടെങ്കിൽ അവിടെ അസ്ഥിക്ക് അങ്ങനെ ക്ഷയം വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയുള്ള കൺവെൻഷൻ ഇംപ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ 3 മാസം വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു 5 മുതൽ 6 ദിവസം കൊണ്ട് തന്നെ വേണമെന്നെങ്കിൽ മാക്സിമം പോയി ഒരു 10 ദിവസമൊക്കെ കൊണ്ട് തന്നെ കൃത്യമായിട്ട്, ഏറ്റവും എമർജൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 4 ദിവസം കൊണ്ടൊക്കെ തന്നെയും ഒരു 28 പല്ലുകളും വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കംപ്ലീറ്റ് കൊടുക്കുന്നത് തന്നെ നമ്മുടെ ഫുൾ FMR എന്ന് പറയും, ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കുന്നത് ഈ ഒരു ബേസൽ ഇംപ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ നമ്മൾ ഇംപ്ലാന്റ്സ് ചൂസ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളുണ്ട്. നമ്മുടെ വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. പലപ്പോഴും വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ ശരീരത്തിലെ ഒരുപാട് ചയാപചയ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ജീവകമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി കുറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ബലം കുറയാനായിട്ട് ഒരു കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇംപ്ലാന്റ് ഇടുന്നതിന് മുമ്പായിട്ട് വൈറ്റമിൻ ഡിയുടെയും കാൽഷ്യത്തിൻ്റെ അളവ് വളരെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അസ്ഥിയുടെ സാന്ദ്രത പരിശോധിക്കാനായിട്ട് CBCT എന്ന് പറയും, കോൺ ബീം കമ്പ്യൂട്ടർ ടോമോഗ്രഫി, അത് വെച്ചിട്ടാണ് പല രീതി D1 D2 D3 D4 എന്ന് പറഞ്ഞിട്ട് പല ലെവലിലുള്ള എല്ലുകളുണ്ട്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഈ ഇംപ്ലാന്റിന് അഭികാമ്യമായിട്ടുള്ള ഒരു അസ്ഥിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹ രോഗിയാണെന്നുണ്ടെങ്കിൽ പ്രമേഹം നിയന്ത്രിച്ചിട്ട് ഇംപ്ലാന്റിലോട്ട് പോകുന്നതാണ് നല്ലത്. സ്മോക്കർ ആണെന്നുണ്ടെങ്കിൽ വളരെ ഹെവി ആയിട്ടുള്ള സ്മോക്കറാണ്, ഒരുപാട് പുക വലിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പുകവലി നിർത്തിയിട്ട് ഇംപ്ലാന്റ് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. പുകവലിക്കുന്ന ആൾക്കാരിൽ നമ്മൾ അതൊന്നും നോക്കാതെ പെട്ടെന്ന് കയറി ഇംപ്ലാന്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ചിലപ്പോൾ ഫെയിലുവറിനുള്ള സാധ്യതയുണ്ട്. 6 മാസമൊക്കെ കഴിയുമ്പോൾ ഇംപ്ലാന്റ് ഊരി വരാനുള്ള സാധ്യതയുണ്ട്. അതിനെ പെരി ഇംപ്ലാന്റിറ്റിസ് എന്ന് പറയും. അത് പെരി ഇംപ്ലാന്റിറ്റിസ് ഉണ്ടാവും. അത് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അത് സോഫ്റ്റ് ടിഷ്യൂവിൽ മാത്രം കാണും. പെരി ഇംപ്ലാന്റ് മ്യൂക്കോസൈറ്റിസ് എന്ന് പറയും. 3 രീതിയിലുള്ള ഇംപ്ലാന്റ് ഫെയിലുവേഴ്സ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ ആ സോഫ്റ്റ് ടിഷ്യൂവിൽ മാത്രം ചെറുതായിട്ട് വിട്ട് വന്ന് നിൽക്കും, പക്ഷേ എല്ലിലുള്ള പിടുത്തം ഉണ്ടാവും. ചില കേസുകൾ പറഞ്ഞാൽ സോഫ്റ്റ് ടിഷ്യൂ മൃദുവായിട്ടുള്ള കോശത്തിൽ നിന്ന് വിട്ടിട്ടുണ്ട്, എല്ലിൽ നിന്നുള്ള പിടുത്തവും വിട്ടിട്ടുണ്ട്, പക്ഷേ ജസ്റ്റ് അവിടെ കിടക്കുന്നുണ്ട്, ഇപ്പോഴും ചെറുതായിട്ട് അവിടെ തന്നെ തട്ടി നിൽക്കുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ കണ്ടീഷൻ പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഊരി പുറത്ത് വന്നു, പല്ല് ഇളകി പോകുന്ന പോലെ ഇംപ്ലാന്റ് ഇളകി പോകുന്നു. അപ്പോൾ നമ്മൾ പറയും എയിലിംഗ് ഇംപ്ലാന്റ്, ഫെയിലിംഗ് ഇംപ്ലാന്റ്, ഫെയിൽഡ് ഇംപ്ലാന്റ് എന്ന് പറയും. ഈ രീതിയിലുള്ള 3 രീതിയിലുള്ള ഇംപ്ലാന്റ് ഫെയിലേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള പരിശോധന എടുക്കാതെ കൃത്യമായിട്ടുള്ള ഡോക്ടറിനെയൊക്കെ കൺസൾട്ട് ചെയ്യാതെ പെട്ടെന്ന് ഒരു പ്രീ റിക്വസ്റ്റ് ഫോളോ ചെയ്യാതെ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇംപ്ലാന്റ് എല്ലാ പേഷ്യൻസിനും ചിലപ്പോൾ ഇംപ്ലാന്റ് ഐഡിയൽ ആവണമെന്നില്ല.
ഭയങ്കര ബോൺ സപ്പോർട്ട് കുറഞ്ഞിട്ടുള്ള, വൈറ്റമിൻ ഡി വളരെയധികം കുറഞ്ഞിട്ടുള്ള കേസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പരിഹരിച്ചതിന് ശേഷം മാത്രമേ തീർച്ചയായിട്ടും ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 3 കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് സ്മോക്കിങ് കൺട്രോൾഡ് അല്ല, അൺകൺട്രോൾഡ് ഡയബറ്റീസ്, മൂന്നാമത്തത് അസ്ഥിക്ക് ക്ഷയം വരുന്ന ഓസ്റ്റിയോപോറോസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആർത്തവ വിരാമം സംഭവിച്ചതിന് ശേഷം ഈ ഹോർമോണിലുള്ള വ്യതിയാനങ്ങളുണ്ട്, ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയൊക്കെ ആ ഒരു അളവിലുള്ള വ്യതിയാനമുണ്ട്. അപ്പോൾ അത് കാരണം പലപ്പോഴും അവരുടെ അസ്ഥിക്ക് ക്ഷയം സംഭവിക്കാറുണ്ട്. ത്വരിത വേഗത്തിലാണ് അസ്ഥി ക്ഷയം സംഭവിക്കാറ്. പിന്നെ അസ്ഥിക്ക് ക്ഷയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരുമുണ്ട്. നമ്മുടെ ബിസ്ഫോസ്ഫണേറ്റ് പോലെയുള്ള മരുന്നുകളുണ്ട്, റിസോഡ്രനേറ്റ്, അലൻഡ്രനേറ്റ് പോലെയുള്ള ചില മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഈവൻ കൊളസ്ട്രോളിൻ്റെ തന്നെ ചില മരുന്നുകൾ, അല്ലെങ്കിൽ കൊളസ്ട്രോള് കൂടി നിന്നാൽ പോലും ചിലപ്പോൾ നമ്മുടെ ഇംപ്ലാന്റിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ചെറിയ ചില ഈ പറഞ്ഞതുപോലെ ചില ഇൻട്രാക്ഷൻസ് ഉണ്ടാവും എന്നുള്ളത് ചില പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി എടുത്തിട്ട് വേണം നമ്മൾ ഇംപ്ലാന്റിലോട്ട് പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ മെഡിക്കൽ ഹിസ്റ്ററി എല്ലാത്തിനും ഫേവറബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഡെൻ്റൽ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെൻ്റൽ ഇംപ്ലാന്റിൻ്റെ ഈ 2 വകഭേദങ്ങളും ഉണ്ട്. നമുക്ക് കൺവെൻഷണൽ ടെക്നിക്കാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 മാസം മുതൽ ചിലപ്പോൾ 6 മാസം വരെ വെയിറ്റ് ചെയ്തിട്ട് ചെറിയ ഇംപ്ലാന്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതല്ല നമുക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രീ റിക്വസിറ്റ്സും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസൽ ഇംപ്ലാന്റ് ഉപയോഗിച്ചുകൊണ്ട് ഈവൻ ഒരു 3 ദിവസം തുടങ്ങി മാക്സിമം ഒരു 10 ദിവസത്തിനകത്ത് തന്നെ ഫുൾ മൗത്ത് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ വായ്ക്ക് പറ്റിയ ചികിത്സാ മൊഡാലിറ്റി ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഇംപ്ലാന്റോളജിസ്റ്റിനെ കണ്ട് പരിശോധിപ്പിക്കുക. നമസ്കാരം.